ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ബിഗ് ബോസിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂമിങ് നടക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ അനുമോൾ അനീഷ്, ഷാനവാസ്, നിവിൻ അക്ബർ ഇത്രയും 5 പേർക്ക് അവിടെ ഗ്രൂമിങ് എന്ന് വെച്ചാൽ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്, ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്, മെഡിക്യൂറും പാനിക്യൂറും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണാനൊക്കെ ഒരു രസം. അല്ലാതെ ലൈവില് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. കാരണം സൈലന്റായ അന്തരീക്ഷം. മൈക്കൊക്കെ വെച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ഫേഷ്യലൊക്കെ ചെയ്യുന്നോണ്ട് എല്ലാരും ഇരുന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ നിവിൻ മാത്രം അവിടൊക്കെ ഓടി നടക്കുന്നു. നിവിന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നിവിൻ അവിടെല്ലാം ഓടി നടന്ന് പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. വിശക്കുന്നെന്നും പറഞ്ഞ് വീടിനകത്തോട്ട് പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് എന്ന കടമ്പ ദേ 3 മാസത്തിന് ശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തന്നെ നൂറ് ഔട്ടായി. അപ്പൊ ഫൈനൽ 6 ആയിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഫൈനൽ 5 ഉള്ളു. അപ്പൊ നൂറ് കുറച്ച് പസിൽ ഉണ്ടാക്കുക, സ്വന്തം പിക്ചറിന്റെ പസിൽ ഉണ്ടാക്കുക എന്ന ചടങ്ങായിരുന്നു. ടാസ്ക് ആണ് കൊടുത്തിരുന്നത്. പക്ഷെ ആ ടാസ്ക് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആരാണോ അവർ പുറത്തു പോയത്. അങ്ങനെ നൂറ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നൂറ പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ ഫൈനൽ 5 എന്ന കടമ്പയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇന്നിപ്പം ലാലേട്ടന്റെ ഷൂട്ട് ഒരുപക്ഷെ ഇന്ന് നടന്നു കാണും. നാളെ ആയിരിക്കും ഇന്ന് നടന്ന ലൈവ്, നാളെ ആയിരിക്കും കാണുന്നത്. ഇന്ന് ഇപ്പൊ ലൈവ് ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അല്ലാതെ നാളത്തേക്ക് ലൈവ് ഒരുപക്ഷെ ഈ ബിഗ് ബോസ് ലൈവായിട്ട് കാണിക്കുന്ന ഒരു നല്ലതായിരുന്നല്ലേ. ഇതിപ്പം ഇന്നിപ്പോ ഷൂട്ട് ചെയ്തിട്ട് നാളെ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് നടക്കാൻ പോകുന്നത്. അല്ലാതെ അല്ലെങ്കിൽ നാളെ തന്നെ അത് ഷൂട്ട് ചെയ്യുന്നത് ലൈവായിട്ട് കാണിക്കണം. അപ്പം അല്ല ഉള്ളത് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ. വോട്ടൊക്കെ എത്ര കിട്ടി എന്നുള്ളത്. ഇതിപ്പോ ഇന്ന് ചെയ്യുന്ന വോട്ടെല്ലാം വേസ്റ്റ് ആയി പോവുകയല്ലേ. ഉം. അങ്ങനെ ബിഗ് ബോസ് എന്ന കടമ്പ ഇത് തീരുകയാണ്. എല്ലാവർക്കും ആശംസകൾ. അനീഷിനും അനുമോൾക്കും ഷാനവാസിനും അക്ബറിനും നിവിനും ഒക്കെ ആശംസകൾ നേരുന്നു.